കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വനിതകളുണ്ട്. അതിൽ വളരെ തീപ്പൊരിയായി നിൽക്കുന്ന ഒരു വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. നേരത്തെ കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒത്തിരി വനിതകളുണ്ടെന്ന് കെ ആർ ഗൗരിയമ്മ, കേരള നാട്ടിൽ കെ ആർ ഗൗരിയമ്മ നമ്മെ നയിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ഒരു നേതാവായിരുന്നു. അവരെക്കുറിച്ച് ഒരുപക്ഷെ കേരളം പഠിക്കാതെ പോയ ഒരു വലിയ ഒരു നേതൃത്വമാണ് കെ ആർ ഗൗരിയമ്മ. കേരളം അവരെ പഠിച്ചില്ല എന്നുള്ളതാണ്. പഠിച്ചില്ല, അവർ മന്ത്രിയൊക്കെ ആക്കി, അതൊക്കെ ശരി തന്നെ. പക്ഷേ അവരെ പഠിച്ചിട്ടില്ല കേരളം. അത്രയ്ക്ക് ത്യാഗം അവർ സഹിച്ചു. സ്വന്തം കുടുംബം ഇല്ലാതാവുന്നു, ഭർത്താവിന് പാർട്ടി പറഞ്ഞതുകൊണ്ട് ഭർത്താവിന് ഉപേക്ഷിക്കുന്നു, പാർട്ടി പറയുന്നു വീണ്ടും ഭർത്താവുമായി സംസാരിക്കരുത്, ടി വി തോമസുമായിട്ട് സംസാരിക്കരുതെന്ന് പറയുന്നു. ഒരു ദിവസം പോലെ എന്തൊരു കടുകട്ടി ക്രൂരതയാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തതെന്നറിയാവോ? അപ്പുറത്തെ പാർട്ടിയിലേക്ക് ഭർത്താവ് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല, അതാണ് ഇങ്ങോട്ട് വന്നില്ല എന്നുള്ളത്. CPIയിൽ നിന്ന് CPMലേക്ക് ടി വി തോമസ് വന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ടി വി തോമസുമായി സംസാരിക്കരുതെന്ന് കല്യാണം കഴിച്ച ഭാര്യയോട് പറയുകയാണ് പാർട്ടി. എന്നിട്ട് അവരുടെ ഗർഭപാത്രത്തിൽ അവരുടെ സ്വകാര്യ സ്ഥലത്ത് കൂടി ലാത്തി കുത്തി കയറ്റിയിട്ടുണ്ട്. ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടി? മന്ത്രിയാവാനാ? അന്ന് മന്ത്രിയാവാൻ പറ്റില്ലല്ലോ. അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും മന്ത്രിയാവാൻ പറ്റുന്ന കാലമല്ലല്ലോ. ഇന്നിപ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് സ്ഥാനങ്ങളൊക്കെ ഒപ്പിക്കുന്നതെന്ന് പഞ്ചാര അടിച്ചും പിന്നെ കാര്യങ്ങൾ പറഞ്ഞും കർത്തമാനം പറഞ്ഞും നുണ പറഞ്ഞും കുണ്ടണി പറഞ്ഞും വേറൊന്നും ഞാൻ പറയുന്നില്ല. സ്ത്രീകളെക്കുറിച്ച് നല്ല ബഹുമാനത്തോട് ഞാൻ പറയട്ടെ. പല ഉപജാപ കഥകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. വ്യത്യസ്തമായി സ്വന്തം ശരീരത്തിൽ ലൈംഗിക അവയവത്തിനകത്ത് ലാത്തി കുത്തിക്കയറ്റിയ പോലീസുകാർ ലാത്തി കുത്തിയപ്പോഴും ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് പാരമ്പര്യമുള്ള വനിതകളുള്ള നാടാണിത്. അജിത, നമ്മുടെ നക്സൽ അജിത, എത്ര നേതാക്കൾ അവിടെ നിന്നൊക്കെ മാറി. ഇപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ അല്ല. അത് ഒരു കാലഘട്ടം, അന്നത്തെ കാലഘട്ടം, വിപ്ലവത്തിൻ്റെ കാലഘട്ടം, അതൊരു കാലഘട്ടം, ഇത് വേറെ കാലഘട്ടം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാത്രമേ ഗുരുക്കന്മാരും ആചാര്യന്മാരും നേതാക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ല കാലത്തിനതീതമായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാലത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ സൃഷ്ടികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൗരിയമ്മയുമായി കമ്പയർ ചെയ്തൊന്നും യാതൊരു താരതമ്യവുമില്ല. രണ്ട് സ്ട്രീമാണ്. ഇവർ അങ്ങനത്തെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടില്ല. അതേസമയം കഴിഞ്ഞ 2-3 ദിവസമായി അവർ യൂട്യൂബ് ചാനൽ വഴിയും ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിനൊക്കെ വലിയ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഫുൾ പേജ് ഇൻ്റർവ്യൂ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എത്ര കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർക്ക് കിട്ടിയ തല്ലിൻ്റെ കാര്യങ്ങൾ, അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ കഥകൾ, പാർട്ടിക്കകത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള പീഡനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരെ ഒതുക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഫയർ ബ്രാൻഡായിട്ട് കേരളം മനസ്സിലാക്കാതെ ഇതുവരെ എടുത്ത് ഉപയോഗിക്കാത്ത ഒരു ആളാണ് ശോഭാ സുരേന്ദ്രൻ. അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇപ്പുറത്ത് ഇപ്പോൾ ഐഷ പോറ്റി നോക്കൂ. CPMൽ നിന്ന് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് പോയി. ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിൽ നിന്ന് വേറെ CPMലേക്കോ BJPയിലേക്കോ പോകും എന്നൊരു ട്രോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ അങ്ങനെയല്ല എന്ന് പറയുന്നു. പിന്നെ കൊല്ലത്തുവരോ ബിന്ദു കൃഷ്ണനുണ്ട്, ഒത്തിരി നേതാക്കളുണ്ട്. CPMനകത്തും കുറേ നേതാക്കളുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇപ്പം എണ്ണം കുറേ. സുശീല ഗോപാലനുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വനിതകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഉള്ള വനിതകളൊക്കെ വളരെ അങ്ങനെ തീപ്പൊരി വനിതകളൊന്നും CPMലൊന്നുമില്ല. അവരൊക്കെ ഈ ഒത്തുതീർപ്പ് വനിതകളാണ്. തീർപ്പെന്നാൽ വേറെ തീർപ്പെന്നല്ല, അവർ ഒരു വീട്ടമ്മമാരാണ്. അവരിങ്ങനെ ഒരു അയാറാമായിട്ടുള്ള നല്ല വിപ്ലവ സിംഹങ്ങളൊന്നും ഇപ്പോൾ വനിതകളായിട്ട് CPMലില്ല. കേരളത്തിൽ ഇപ്പോഴുള്ള ഒരു വിപ്ലവ സിംഹം എന്ന് പറയാവുന്നത്, ഫയർ ബ്രാൻഡ് എന്ന് പറയാവുന്നത്, ഈ കാര്യങ്ങളെ പഠിച്ചുകൊണ്ട്, അവർക്ക് കുറേ പരിമിതികളുണ്ട്. ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ആളല്ല ഈ ശോഭാ സുരേന്ദ്രൻ. പ്രാഥമികവും പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഭാഷാപരമായ പരിമിതി, മറ്റൊരുപാട് പരിമിതികൾ വരും. പക്ഷേ എങ്കിലും അവർ ഉശിരനായിട്ടുള്ള ഒരു നേതാവാണ്. കേരള അസംബ്ലിയിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര പാർലമെൻറ്റിൽ അവരെ ഗവർണറാക്കിയിട്ടൊന്നും ഒന്നും ചെയ്യാനില്ല. കാരണം അങ്ങനെ ഒരു കഥയിലില്ല. ഒരു സ്ഥാനം കൊടുക്കണമെങ്കിൽ ഒരാളെ പിടിച്ച് ഗവർണറാക്കിയാൽ പോലെ ഗവർണറാക്കിയിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവരെ കേരള അസംബ്ലിയിലും അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിലും ഒക്കെ അവർ വരേണ്ടതാണ്. അത്രമാത്രം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ മകനെ സയൻറ്റിസ്റ്റാക്കി. ആ മകൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ, ഒരു ആലപ്പുഴയിൽ ഒരു വീട് പൊളിഞ്ഞു കിടന്നൊരു വീട് ശരിയാക്കി കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. അത് പിന്നെ പാഴ്വാക്കല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് തറക്കല്ലിട്ടു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വളരെ മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ, ഒരു വശത്ത് സാമൂഹ്യ കാര്യങ്ങൾ ചെയ്യുന്നു, കാരുണ്യ പ്രവർത്തനം നടത്തുന്നു, മറുവശത്ത് രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വനിത. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ രാഷ്ട്രീയത്തിന് അതീതമായി, നമ്മളിത് രാഷ്ട്രീയം പറയുന്നതല്ല, ഇതിനകത്ത് സംഘി, ചാണകം, BJP, വർഗീയത, ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ല വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കണം. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ നല്ല വ്യക്തിത്വങ്ങളായി വളർന്നു വരുന്ന വനിതാ നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫയർ ബ്രാൻഡറാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഓരോ പാർട്ടിക്കാരെയും കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ BJP
മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും കോൺഗ്രസിനകത്തും ഒക്കെ നല്ല വ്യക്തിത്വങ്ങളുണ്ട്, വളരെ മനോഹരമായി. ആ വ്യക്തിത്വങ്ങൾ തീർച്ചയായിട്ടും വളർന്നു വരണം. അല്ലാതെ ഉടായ്പുകാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും സ്ത്രീകൾ ലംബടന്മാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എത്ര മനോഹരമായിട്ട് വന്നൊരു നേതാവാണ്. പക്ഷെ അവസാനം ഒരു സ്ത്രീ ലംബടൻ എന്നുള്ള പേര് പറ്റി ഇപ്പോൾ ഇതാ ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ലേ എന്ന് കോടതികൾ കയറി ഇറങ്ങുന്നു, പാസ്വേഡ് കൊടുക്കുന്നില്ല, ലാപ്ടോപ്പ് കൊടുക്കുന്നില്ല, വേറൊരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതൊന്നും ഉണ്ടാകാത്ത വളരെ ഫയർ ബ്രാൻഡറായിട്ടുള്ള ഒരു നേതാവായി ശോഭാ സുരേന്ദ്രൻ വരുന്നു. അവരെ ഇപ്പോൾ ഈ രാജീവ് ചന്ദ്ര ഇതിനിടയ്ക്ക് വെച്ച് കുറേ ഗ്രൂപ്പ് പാർട്ടിക്കകത്തുള്ള കുറേ ഗ്രൂപ്പ് ബഹളമൊക്കെ കാരണം അവരൊക്കെ ഒതുങ്ങിപ്പോയതാണ്. ഒരുപക്ഷെ അവർ പുറത്തു പോകുന്ന ഒരവസ്ഥ വരെ വന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ അവർ കരകയറി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൂടെ വന്നപ്പോൾ അവർക്ക് ഒരു അർഹമായ സ്ഥാനമൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ അവർ ജയിച്ച് MLA ഒക്കെ ആകേണ്ടവരാണ്. കാരണം അവർ അതിനുള്ളൊരു ക്വാളിറ്റി അവർക്കുണ്ട്, രാഷ്ട്രീയ ക്വാളിറ്റി. മറ്റ് വിദ്യാഭ്യാസപരമായ മറ്റു കാര്യങ്ങളല്ല ഞാൻ ഈ പറയുന്നത്, ക്വാളിഫിക്കേഷനല്ല പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ക്വാളിറ്റി ഉണ്ട്. അവർ കുറേ കൂടി പക്വതയോടുകൂടിയുള്ള സംഭാഷണങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടത്തിക്കൊണ്ട് തന്നെ പോവുകയും വേണം. ആവശ്യമില്ലാത്ത ഈ നാലാംകിട വർത്തമാനം പിന്നെ പറയുന്ന ചില നേതാക്കൾ പറയുമ്പോഴുള്ള നാലാംകിട വർത്തമാനം ധരിക്കാനും ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളൊരു നല്ല നേതാവായി വളർന്നു വരുന്നു. കേരള രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും ഭാവി ഉള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഞാനിത് വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ BJPക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ PR വർക്ക് ചെയ്തുകൊണ്ടോ ചെയ്യുന്ന പണിയേ അല്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് പേര് നമ്മൾ പറയണമല്ലോ. അങ്ങനെയുള്ള വർക്കല്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സാത്വികമായിട്ടുള്ള വേറൊരു തലത്തിലുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതിശയം ഒരുപാട് പേരുണ്ട് സാത്വികരായ. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ വളരെ സാത്വികനായിട്ടുള്ള നേതാവാണ്. ഫയർ ബ്രാൻഡ് ഒന്നുമല്ല, പക്ഷേ വളരെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് ഹിന്ദു നവോത്ഥാനത്തിനൊക്കെ വേണ്ടി നന്നായി കാര്യങ്ങൾ പറയുന്ന നേതാവാണ്. അങ്ങനെ ഒത്തിരി നേതാക്കളുണ്ട്. BJP എടുത്താലും കോൺഗ്രസ് എടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താലും പക്വതയുള്ള ഒരുപാട് നേതാക്കളുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള ഒരു കരിസ്മാറ്റിസം ഉള്ള ഒരു നേതാവായി തോന്നിയത് കൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് ഒരു അവസരം കിട്ടേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഒരു അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് പറയുന്ന ഒരു ആവശ്യകതയാണ്. കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എന്നുള്ളതിനപ്പുറം അവർ വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റിസനാണ്, ഒരു പൗരയാണ്. ഒരു പൗരയെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പൊളിറ്റിക്സിൽ കൊണ്ടുവരണം. അഴിമതിയും സ്വജനപക്ഷപാതവും കണ്ണിൽ കരുണയില്ലാത്തവരും യാതൊരു കാരുണ്യമില്ലാത്തവരും തുമ്മാടിത്തരം കാണിക്കുന്നവരും ഒക്കെ അല്ലാത്ത ആളുകളിൽ പെടുന്ന ഒരു വിഭാഗമാണ്. ഇനി പൊല്യൂട്ടായി പോകും നമുക്കറിയില്ല. നേരത്തെ കുറേ വിവാദങ്ങളിൽ പെട്ടെങ്കിലും അതിലൊക്കെ ക്രിസ്റ്റൽ ക്ലിയറായി ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗം ശരിയായിരുന്നു എന്നാണ് കാലം തെളിയിക്കുന്നത്. അങ്ങനെ തന്നെ തുടരട്ടെ. ശോഭാ സുരേന്ദ്രന് എല്ലാ ഭാവുകങ്ങളും.